രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായേക്കും. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസ് സമ്മർദ്ദത്തിനും ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുടെ നിലപാടിനോടും രാഹുൽ ഗാന്ധി വഴങ്ങും. നാളത്തെ പ്രവർത്തക സമിതി യോഗത്തിലാകും അന്തിമ തീരുമാനം സ്വീകരിക്കുക. മോദി സർക്കാരിനെതിരായ ശക്തമായ നിലപാടും രാഹുലിന്റെ ഭാരത് ജോഡോ യാത്രയും പാർട്ടിയുടെ മടങ്ങിവരവിന് വഴിയൊരുക്കിയെന്നാണ് കോൺഗ്രസിന്റെ മാത്രമല്ല ഇന്ത്യ സഖ്യത്തിന്റെയും വിലയിരുത്തൽ. 52-ൽ നിന്ന് 99 സീറ്റുകളിലേക്ക് കോൺഗ്രസ് എത്തിയതോടെ പ്രതിപക്ഷ നേതാവ് പദവിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പേരിനാണ് മുൻതൂക്കം. 2019-ൽ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പദവികളിൽ നിന്ന് വിട്ടുനിന്ന രാഹുൽ ഗാന്ധി ഇക്കുറി കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയേക്കും. ഘടകകക്ഷികളെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ രാഹുലിന് കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. പാർട്ടി നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാണെങ്കിൽ ആരാണ് എതിർക്കുകയെന്ന് ശിവസേന MP സഞ്ജയ് റാവത്ത് ചോദിച്ചു. സഖ്യത്തിൽ എതിർപ്പുണ്ടാകില്ലെന്ന് ശിവസേന വ്യക്തമാക്കിയിരുന്നു. ഒരു പാർട്ടിക്കും 10% സീറ്റുകൾ നേടാനാകാത്തതിനാൽ 2014 മുതൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് പദം ഒഴിഞ്ഞുകിടക്കുകയാണ്. പദവി ഏറ്റെടുക്കാൻ രാഹുൽ വിസമ്മതിച്ചാൽ മാത്രമേ മറ്റു പേരുകളിലേക്ക് ചർച്ച നീങ്ങുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി സമ്മർദ്ദത്തിന് വഴങ്ങാനാണ് സാധ്യത. 24 ഡൽഹി.